ഹലോ, വെൽക്കം ടു അനദർ ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടഡ് കാറ്റഗറി 1നും 2നും കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വെൻറ്റ് ടു സ്കൂൾ അറ്റ് 10 AM യെസ്റ്റർഡേ. ഐ വെൻറ്റ് ടു സ്കൂൾ അറ്റ് 10 AM യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ 10 മണിക്ക് സ്കൂളിലേക്ക് പോയി. എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് ടെൻസിലാണ് കിടക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. സിമ്പിൾ പ്രസൻ്റ് ആണോ, പാസ്റ്റ് പെർഫെക്റ്റ് ആണോ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ, സിമ്പിൾ പാസ്റ്റ് ആണോ, ഏത് ടെൻസിൽ കിടക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, സബ്ജക്റ്റിന് ശേഷം നമ്മൾ വന്നിട്ടുള്ള വെർബ് നോക്കി നോക്കാം. വെൻ്റ് ആണ് കിടക്കുന്നത്. വെൻ്റ് ഏത് ഫോമിലാണ് കിടക്കുന്നത്? V2 ഫോമിലാണ് കിടക്കുന്നത്. ഗോൻ്റെ പാസ്റ്റ് ആണ് എന്ത് പറയുന്നത്? വെൻ്റ് വരുന്നത്. കൂടെ എന്തുണ്ട്? ഒരു യെസ്റ്റർഡേ എന്ന് കൂടി ഉണ്ട്. ഇനി നമ്മുടെ ഓപ്ഷൻസിലോട്ട് വരാം. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ V1 മാത്രം, വെർബിൻ്റെ ഫസ്റ്റ് ഫോം വരുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഹോബി പറയാൻ, നമ്മളൊരു ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫാക്റ്റ് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അതല്ല ആൻസർ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ പാസ്റ്റിൽ നടക്കുന്ന 2 കാര്യങ്ങൾ പറയാൻ, അതിൽ ആദ്യം നടന്ന കാര്യം പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. പാസ്റ്റിൽ നടക്കുന്ന 2 കാര്യങ്ങളിൽ ആദ്യം നടന്ന കാര്യം പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അതായത് ഹാഡിൻ്റെ കൂടെ സബ്ജക്റ്റിന് ശേഷം ഹാഡ് വരും. ഹാഡിന് ശേഷം നമ്മൾ എന്ത് വേണം? വെർബിൻ്റെ V3 ഫോം വേണം. ഇതാണ് നമ്മളെ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ് കിടക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പാസ്റ്റിൽ കിടക്കുന്ന 2 ആക്ഷൻസ് പറയാൻ, അതിൽ ആദ്യം നടക്കുന്ന കാര്യം പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അതിൻ്റെ ഫോർമാറ്റ് കിടക്കുന്നത് സബ്ജക്റ്റിന് ശേഷം ഹാഡ് വരണം, ശേഷം എന്ത് വേണം? വെർബിൻ്റെ V3 ഫോം വേണം. അപ്പോൾ അതുമല്ല ആൻസർ. ഇനി അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. നമുക്കറിയാം പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വാസോ വേറോ വേണം. കൂടെ എന്ത് വേണം? കണ്ടിന്യൂസ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ വെർബിൻ്റെ എന്ത് വേണം? ING ഫോമാണ് വേണ്ടത്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ ING ഫോമാണ് വേണ്ടത്. കൂടെ പാസ്റ്റ് ആയതുകൊണ്ട് വാസോ വേറോ ചേർക്കണം. അപ്പോൾ അതുമല്ല നമ്മുടെ ആൻസർ. അടുത്ത ഓപ്ഷൻ സിമ്പിൾ പാസ്റ്റ് ആണ്. നമുക്കറിയാം പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് സബ്ജക്റ്റിന് ശേഷം വെറും V2 മാത്രം, വെർബിൻ്റെ V2 ഫോം, പാസ്റ്റ് ഫോം മാത്രം ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് എന്തിലാ? I went to ആണ്. നമ്മളെ സബ്ജക്റ്റിന് ശേഷം നമ്മൾ V2 മാത്രമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് us help the poor boy. എന്താണ്? സെലക്ട് ദ ആപ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ലെറ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ക്വസ്റ്റ്യൻ ടാഗാണ് യൂസ് ചെയ്യുക? ലെറ്റേഴ്സ് വന്നാൽ ഒന്നും നോക്കണ്ട, ഷാൾ വി ആണ് ഉപയോഗിക്കുക. ലെറ്റേഴ്സ് വന്നാൽ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ഷാൾ വി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫയർ എൻജിൻ കെയിം ആൻഡ് എക്സ്റ്റിങ്ക്വിഷ്ഡ് ദ ഫയർ. ഫയർ എൻജിൻ വന്നു, എന്ത് ചെയ്തു? എക്സ്റ്റിങ്ക്വിഷ്ഡ് ദ ഫയർ, തീ അണച്ചു. തീ അണക്കുക. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർബ് ബൈ എ ഫ്രേസ്. നമ്മുടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് എക്സ്റ്റിങ്ക്വിഷ്ഡ്, ഇതെന്ത് ചെയ്യണം? അതിന് പകരം നമ്മളൊരു ഫ്രേസൽ വേർബ് ഉപയോഗിക്കാൻ വേണ്ടത്. നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് പുട്ട് ഓൺ ആണ്. നമുക്കറിയാം പുട്ട് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ വെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പുട്ട് ഓൺ എന്ന് പറയുന്ന ഫ്രേസൽ വേർബ് യൂസ് ചെയ്യുന്നത്. ടു വെയർ സംതിങ്, വെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുട്ട് ഓൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ്? പുൾ എവേ ആണ്. പുൾ എവേയുടെ മീനിങ് എന്താ? ടു മൂവ് സംതിങ്. നമ്മളൊരു വസ്തുവിനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുൾ എവേ എന്ന് പറയുന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കുന്നത്. ടു മൂവ് സംതിങ്, ഒരു വസ്തുവിനെ നമ്മൾ നീക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പുൾ എവേ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പുട്ട് ഓഫ് ആണ്. പുട്ട് ഓഫ് എന്താ? നമ്മളൊരു വസ്തു
പോസ്റ്റ്പോൺ ചെയ്യുക, ഒരു മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യുക, ഇതിനൊക്കെയാണ് നമ്മൾ നീക്കി വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി എന്താണ് പുട്ട് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ്? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീ കെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റിങ്ക്വിഷ്ഡ് അഥവാ പുട്ട് ഔട്ട് എന്ന് പറയുന്നത്. കെടുത്തുക, എക്സ്റ്റിങ്ക്വിഷ്ഡ്. പുട്ട് ഔട്ട് മീനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വസ്തുവിനെ എന്ത് ചെയ്യുക, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതിനാണ്, തീ അണയ്ക്കുന്നതിനെയാണ് നമ്മൾ പുട്ട് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി വാസ് നോട്ട് ഏബിൾ ടു ഡാഷ് ദ സിറ്റുവേഷൻ. ഹി വാസ് നോട്ട് ഏബിൾ ടു ഡാഷ് ദ സിറ്റുവേഷൻ. അവർക്ക് എന്ത് ചെയ്യില്ല, ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ വേണ്ടത്. ഹി വാസ് നോട്ട് ഏബിൾ ടു, അദ്ദേഹത്തിന് കഴിയില്ല, ടു കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. ഇവിടെ നമ്മുടെ മീനിങ് വരുന്നത് കോപ്പ് അപ്പ് ആണ്. നമ്മളെ കോപ്പിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസ് എന്ന് പറയുന്നത് കോപ്പ് അപ്പ് വിത്ത് ആണ്. ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് കോപ്പ് അപ്പ് വിത്ത്, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈം മിനിസ്റ്റർ കോൾഡ് ഡാഷ് ദ പ്രസിഡന്റ്. ദ പ്രൈം മിനിസ്റ്റർ കോൾഡ് ഡാഷ് ദ പ്രസിഡന്റ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്രേസൽ വെർബാണ്. എന്ത് ചെയ്തു, പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിനെ എന്ത് ചെയ്തു, വിസിറ്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. പ്രൈം മിനിസ്റ്ററെ കണ്ടു അല്ലെങ്കിൽ കാണാൻ പോയി എന്നുള്ള മീനിങ് ആണ് അവിടെ വരേണ്ടത്. ഇവിടെ നമ്മൾ കോൾ ഓൺ ആണോ, കോൾ ഓഫ് ആണോ, കോൾ ഒറ്റാണോ, കോൾ വിത്ത് ആണോ? നമുക്കറിയാം കോൾ ഓൺ എന്നുള്ളതിൻ്റെ മീനിങ് എന്താ, കോൾ ഓൺ. ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾ ഓൺ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. വിസിറ്റ് സംവൺ, ഒരു ആളെ കാണുന്നതിന് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾ ഓൺ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. ഇനി കോൾ ഓഫ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന് മീനിങ് ഇല്ല. പക്ഷെ ഇവിടെ 2 എഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കോൾ ഓഫിന് 2 എഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, കോൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ക്യാൻസൽ, ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾ ഓഫ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. ഇനി കോളറ്റ് എന്താ, നമ്മളൊരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോളറ്റ് എന്ന് പറയുന്നത്. ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോളറ്റ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. ഇനി കോൾ വിത്ത് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന് മീനിങ് ഒന്നുമില്ല. ഇനി നമ്മൾ നമ്മുടെ ആൻസർ ഏതാ വരിക, ദ പ്രൈം മിനിസ്റ്റർ കോൾ ഡാഷ് ദ പ്രസിഡന്റ്. പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു, വിസിറ്റ്, എന്ത് ചെയ്യുന്ന, ഏതാ മീനിങ് വരിക, കോൾ ഓൺ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരിക, ടു വിസിറ്റ് സംവൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ അസിസ്റ്റന്റ് ഓഫ് എ സ്ക്രൈബ് ഡാഷ് ഹിം ടു അറ്റൻഡ് ദ എക്സാമിനേഷൻ. ദ അസിസ്റ്റന്റ് ഓഫ് എ സ്ക്രൈബ് ഡാഷ് ഹിം ടു അറ്റൻഡ് ദ എക്സാമിനേഷൻ. സ്ക്രൈബിൻ്റെ അസിസ്റ്റന്റ് എന്ത് ചെയ്തു, അറ്റൻഡ് എക്സാമിനേഷൻ, അദ്ദേഹത്തെ എക്സാം എഴുതാൻ എന്ത് ചെയ്തു, പ്രാപ്തനാക്കി എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് ഏതാ, എനേബിൾ. അദ്ദേഹത്തെ പ്രാപ്തനാക്കി, സ്ക്രൈബിന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് അദ്ദേഹത്തെ എക്സാം എഴുതാൻ സഹായിച്ചു, എനേബിൾ ചെയ്തു എന്നാണ് അവിടെ ആൻസർ വരുന്നത്. ഇനി അടുത്തത്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ലാഡ് അസോസിയേറ്റഡ് വിത്ത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ലാഡ് എന്ന് പറയുന്നത് ഏത് തിയറിയായിട്ട് ബന്ധപ്പെട്ടതാ, ആരുടെ തിയറിയായിട്ട് ബന്ധപ്പെട്ടതാ, വൈഗോട്സ്കിയുടെ ആണോ, ബ്രൂണറുടെ ആണോ, ജീൻ പിയാഷയുടെ ആണോ, നോം ചോംസ്കിയുടെ ആണോ? നമുക്കറിയാം UG തിയറി അഥവാ ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഒക്കെ ആരുമായി ബന്ധപ്പെട്ടതാ, നോം ചോംസ്കി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് UG തിയറി? എവരി ഹ്യൂമൻ ചൈൽഡ് ബോൺ വിത്ത് എ ലാംഗ്വേജ്. എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ എന്തുണ്ട്, ഒരു ഹ്യൂമൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ UG തിയറി എന്ന് പറയുന്നത്. അതുപോലെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എല്ലാം നോം ചോംസ്കിയുമായിട്ട് റിലേറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കണ്ടീഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ് ഈസ്. ദ കണ്ടീഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ്, നമുക്കറിയാം സെൽഫ് ഗവൺമെൻറ്റിന് നമ്മൾ പറയുന്ന പേരെന്താ, ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം സ്വന്തമായിട്ട് ഭരണമുള്ളതിന്, സ്വയം ഭരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോണമി എന്ന് പറയുന്നത്. സ്വയം ഭരണം, ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടൊരു ഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ, സെൽഫ് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഓട്ടോണമി. ഇനി എന്താണ് ഓട്ടോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു രാജ്യം ഒരു സിംഗിൾ റൂളറിൻ്റെ കീഴിലാണെങ്കിൽ, ഏകാധിപത്യ ഭരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോക്രസി എന്ന് പറയുന്നത്. ഏകാധിപത്യ ഭരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോക്രസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഓട്ടോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സസ്യങ്ങളിൽ നടക്കുന്ന സെൽഫ് ഫെർട്ടിലൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോഗമി എന്ന് പറയുന്നത്. നമ്മുടെ
ഓട്ടോമേഷൻ പറഞ്ഞാൽ എന്താ? ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓട്ടോക്രസി നമ്മൾ പറഞ്ഞു, സിംഗിൾ റൂളറിൻ്റെ കീഴിൽ ഗവൺമെൻറ്റിനാണ് നമ്മൾ ഓട്ടോക്രസി എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓട്ടോണമിയാണ്, സ്വയം ഭരണം അഥവാ ഒരു രാജ്യം സ്വന്തമായി ഭരണം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെൽഫ് ഗവൺമെൻറ് അഥവാ ഓട്ടോണമി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാനേജർ ഈസ് എ നേറ്റീവ് ഓഫ് അവർ സ്റ്റേറ്റ് ബട്ട് ഹിസ് സുപ്പീരിയർ ഓഫീസർ ഈസ്. ദ മാനേജർ ഈസ് എ നേറ്റീവ് ഓഫ് അവർ സ്റ്റേറ്റ്. മാനേജർ എന്താണ്? നമ്മുടെ സ്റ്റേറ്റിലെ ആളാണ്. ബട്ട് ഹിസ് സുപ്പീരിയർ, അദ്ദേഹത്തിന് സുപ്പീരിയർ ഓഫീസർ എന്താണ്? നമ്മളെന്താ വേണ്ടത്? നാറ്റീവിൻ്റെ ആൻറ്റോണിയം, ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡാണ് വരുന്നത്. നമ്മുടെ മാനേജർ നമ്മുടെ നേറ്റീവാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസർ എന്തല്ല? നേറ്റീവ് അല്ല എന്നാണ് അവിടെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നേറ്റീവിന് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻറ്റോണിയം എന്ന് പറയുന്നത് ഏലിയൻ ആണ്. നേറ്റീവിൻ്റെ ആൻറ്റോണിയം വരുന്നത്, എക്സാക്റ്റ് ആയിട്ടുള്ള നേറ്റീവിൻ്റെ ആൻറ്റോണിയം വരുന്നത് ഏലിയൻ ആണ് നേറ്റീവിൻ്റെ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രവീസ് ഹൗസ് ഈസ് സ്മോളർ ദാൻ. രവിയുടെ ഹൗസ് എന്താണ്? സ്മോളർ ദാൻ എന്താണ്? ദയർ ആണോ വരിക, മൈ ആണോ വരിക, അവർ ആണോ വരിക, യുവേഴ്സ് ആണോ വരിക? നമുക്കറിയാം ഇവിടെ ബാക്കി ദയറും മൈയും അവരൊക്കെ എന്താണ്? ഈ മൂന്നെണ്ണം എന്താണ്? നമ്മളെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാ പറയുക. പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാ പറയുക. പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുക. കാരണം എന്താണ്? ഇപ്പോൾ ദയർ എന്ന് വന്നാൽ ഇപ്പോൾ രവീസ് ഹൗസ് ഈസ് സ്മോളർ ദാൻ ദയർ ഹൗസ് എന്ന് വേണം. ഒക്കെതിന് ശേഷം നമ്മൾ എന്ത് വേണം? കൂടെ ഹൗസ് എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വേർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ശേഷം നമ്മൾ ഈ അഡ്ജക്റ്റീവിനൊക്കെ ശേഷം നമ്മൾ എന്ത് വേണം? ഹൗസ് എന്നുള്ള ഒരു നൗണ് കൊടുക്കണം. ദയർ ആണെങ്കിലും മൈ ആണെങ്കിലും അവർ ആണെങ്കിലും, ദയർ ഹൗസ്, മൈ ഹൗസ്, അവർ ഹൗസ് എന്ന് പറയുന്ന എന്ത് കൊടുക്കണം? നൗണ് കൊടുക്കണം, അഡ്ജക്റ്റീവ് ആയതുകൊണ്ട്. ഇതിനെയാണ് നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ യുവേഴ്സ് എന്താ? യുവേഴ്സ് എന്ന് പറയുന്നത് പൊസസീവ് പ്രോനൗൺ ആണ് യുവേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ എന്ത് വരുന്നത്? റൈറ്റ് ആൻസർ വരുന്നത്. രവീസ് ഹൗസ് ഈസ് സ്മാളർ ദാൻ യുവേഴ്സ്. നിങ്ങളുടെ വീടിനേക്കാൾ ചെറുതാണ് രവിയുടെ വീട്. നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട്സ് PDF ആയിട്ട് നമ്മൾ കമൻറ്റിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. ആ ഗ്രൂപ്പിൽ സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.